ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗാർലിക് മഷ്റൂം റൈസാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാമേ. ഞാൻ ഒരു 200 ഗ്രാം മഷ്റൂം ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ക്യാപ്സിക്കം ചതുര കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 6 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില വേണം, കുരുമുളക് പൊടി വേണം, നാരങ്ങ നീര്, പിന്നെ അതിലേക്ക് ഒരു മാഗിയുടെ വെജിറ്റബിൾ ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഉപ്പും ഓയിലും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്ത് വിടാം. ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായ ഓയിലിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് വാടി വരുമ്പോൾ മഷ്റൂം ചേർത്ത് കൊടുക്കാം. അത് എണ്ണയിൽ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുഞ്ഞുങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണ് മഷ്റൂം റൈസ്. മഷ്റൂമിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഇത് നമുക്കൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ റൈസിന് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല, പകരം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളകിൻ്റെ ഫ്ലേവർ ഈ റൈസിന് നല്ലൊരു ടേസ്റ്റാണ് തരുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മഷ്റൂമൊക്കെ ചുരുങ്ങി അതിൽ നിന്ന് നന്നായിട്ട് വാട്ടർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റും കൂടെ നമ്മൾ നന്നായിട്ട് ഈ മഷ്റൂം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ കഴുകി കുതിർത്ത് വെച്ചിരുന്ന 1 കപ്പ് ബസ്മതി അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങളിത് പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് മാഗിയുടെ ഒരു വെജിറ്റബിൾ ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു മണവും രുചിയും കിട്ടാൻ ഈ മാഗി ക്യൂബ് ചേർക്കുന്നത് നല്ലതാണ്. ഈ മാഗി ക്യൂബ് ഞാനൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെക്കാം. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. അരിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ചോറൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ പാത്രം തുറന്ന് റൈസ് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം ആകാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗാർലിക് മഷ്റൂം റൈസാണിത്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഈ റൈസ് നിങ്ങളെ വീട്ടിൽ തയ്യാറാക്കി നിങ്ങളുടെ മക്കൾക്കും ഒക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.